മെസ്സേജ് ഹായ് അറിയുമ്പോൾ അപ്പോൾ ഞാൻ അപ്പോൾ നമ്മൾ നോർമലി ഒരാളായില്ല അപ്പോൾ ഞാൻ തിരിച്ചു മറുപടി കൊടുത്തു എനിക്ക് അറിയില്ല ആരാന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ മറന്നുപോയി ഞാൻ ബാംഗ്ലൂർ അതായത് കുറേ കാര്യങ്ങൾ ഞാൻ അതിലോട്ടൊന്നും തോന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ അയച്ചാൽ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല കാരണം നമ്മൾ മുഖം കണ്ടില്ല എന്തെങ്കിലും മാർക്കില്ല മെസ്സേജ് അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുഖം കണ്ടാൽ മാറില്ല. ഞാൻ പറഞ്ഞു ഫോട്ടോ അയച്ചാൽ പറഞ്ഞു എനിക്ക് 1 view ആയിട്ടാണ് ഫോട്ടോ അയച്ചത്. അത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മോഡലിൻ്റെ ഫോട്ടോയാണ്. ആ സമയത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോട്ടോ ഉണ്ടാവും ഒരു മോഡൽ ഫോട്ടോ വന്നത് ആ ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ തന്നെ ഞാൻ ആ നമ്പറിൻ്റെ വാട്സപ്പിൻ്റെ ബൂട്ട് കാര്യങ്ങൾ നോക്കിയപ്പോൾ ഒരു പേര് കൊടുത്തിരുന്നു. ആ പേര് കാര്യങ്ങളൊക്കെ അവർ പെട്ടെന്ന് അത് കഴിഞ്ഞ് ഈ ഫോട്ടോ ഞാൻ ഞാൻ അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരി പിള്ളേരെ ഫോൺ ഞാൻ സാൻസ് കാണിച്ചു എനിക്ക് എന്തോ പണി വരുന്നുണ്ടായില്ല കാരണം മെസ്സേജ് ഞാൻ കാണിച്ചു അങ്ങനെ അറിയാത്ത ഒരാൾ എനിക്ക് ബാംഗ്ലൂരാണ് എൻ്റെ ലവറാണ് എനിക്കിട്ട് പോയി അങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ എൻ്റെ നമ്പർ കിട്ടി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ആ ഒരു അതായത് വിവാഹം കഴിച്ചിരുന്ന ആൾ ആ സമയത്ത് നമ്മുടെ ജീവനം പഠിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന സ്കൂളിൽ ഹോസ്പിറ്റലിൽ അങ്ങ് പറയുമ്പോൾ വയ്യാണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ 500 രൂപ ഞാൻ ഈ പറയുന്ന വ്യക്തി അതായത് ഈ ഫോട്ടോ കാണുന്ന വ്യക്തിക്ക് അത് ആ ആഴ്ച ഫോട്ടോ കാണുന്ന വ്യക്തി ഞാൻ 500 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ എൻ്റെ നമ്പർ പോയി അപ്പോൾ നമ്പർ തരാമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മുൻ ഭാര്യ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ നിങ്ങൾ കാണുന്ന രീതിയിൽ കാര്യമൊന്നും അല്ല സത്യം ഞാൻ അനുഭവിച്ചുകൊണ്ട് എനിക്കൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോയി നോക്കാൻ പറ്റായിരുന്നു. ഒരു ദിവസം റോഡിലൂടെ യാത്ര ചെയ്ത് വന്നു ഒരു പെൺകുട്ടിയെ കഴിയും അപ്പോൾ ചെറുക്കാത്ത ഞാൻ അവരെ നോക്കി എൻ്റെ മുഖത്ത് കാട്ടി കുപ്പിച്ച ആളാണ് ആ ആൾ എൻ്റെ നമ്പർ ആൾക്ക് കൊടുക്കും. അപ്പോൾ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞ സംസാരിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞു റെക്കോർഡ് വെച്ചു ഞാൻ റെക്കോർഡ് വെച്ചു എനിക്ക് ഉണ്ടായിരുന്നു എല്ലാ കൂടുതൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇതിന് ഭയങ്കര വളരെ സംസാരിക്കണം അതിന് സ്റ്റാർട്ട് മാറി ഞാൻ വലിയ അമ്മയുടെ കൂടെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വോയിസ് ചെയ്യാൻ പറഞ്ഞു വോയിസ് ചെയ്യാൻ നമുക്ക് കാരണം എൻ്റെ സത്യം മോശം സംസാരിക്കണം. അപ്പോൾ നമ്മൾ ഇട്ടുള്ള കാര്യമില്ല കാരണം ഞാൻ കുട്ടികളെ ഞാൻ പാലിക്കുന്ന ആളൊന്നല്ല. അപ്പോൾ എൻ്റെ ഓക്കെ അണ്ണനൊരു ഫേക്ക് ഐ ഡിയിൽ നിന്ന് മെസ്സേജ് അയച്ച കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അണ്ണൻ്റെ അടുത്ത് ഭയങ്കര വൾഗറായിട്ടാണ് സംസാരിക്കാൻ തുടങ്ങിയത്. അണ്ണന് വിട്ടുകൊടുക്കാനൊന്നും ഉദ്ദേശമില്ല എന്നുള്ള രീതിയിലാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് അങ്ങനെ ചെയ്യുമോ? ഓക്കെ ഇവിടെ കുഞ്ഞാറ്റ കാര്യങ്ങളൊക്കെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റ തന്നെയാണ് ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തെന്നുള്ള രീതിയിലാണ്. പിന്നെ എടാ ഇവൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇവൻ അങ്ങോട്ട് തന്നെ കുറേ കാര്യങ്ങൾ എറിഞ്ഞു കൊടുത്തു കാണും. പുള്ളിക്കാരി തിരിച്ചും വിട്ട് കാണും. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. എന്തായാലും പുള്ളിക്കാരി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവൻ ഒരുപാട് സ്ത്രീകളായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാം വിട്ട് എറിഞ്ഞ് നല്ലവനായിട്ട് ഇവിടെ മുമ്പിലാണ് നിൽക്കുന്ന ഒരു സമയത്താണ് കുറച്ചുകൂടായ്പ കാര്യങ്ങളൊക്കെ ആ കൊച്ചിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പെൺകുട്ടി ഇവന് മെസ്സേജ് അയച്ചപ്പോൾ തേണ്ട അതേ തൊഴിൽ തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പരിചയം ഇല്ലാത്ത ഒരു മോഡലിൻ്റെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞിട്ട് അവൻ അമ്മാതിരി വർത്താനം പറയുമ്പം ഒന്ന് ആലോചിച്ച് നോക്കും. ഇതിപ്പോൾ നിൻ്റെ ഭാര്യയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നീ ഇപ്പോൾ ചെയ്തെങ്കിൽ പോലും നിനക്കൊരു ഉറപ്പില്ലേ? ഇതിപ്പോൾ ഏത് രീതിയിൽ പോയി കാര്യങ്ങൾ നാണവും മാനമില്ലാത്തവൻ വന്നിട്ട് ഇപ്പോൾ ഇരുന്നിട്ട് കുറഞ്ഞ വർത്താനം പറയുന്നുണ്ട്. ഓക്കെ എന്തായാലും ഡിസംബർ ജനുവരി മാത്രം അങ്ങോട്ട് 5000 രൂപ കണ്ട് ഇവനങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതും ഇല്ലെന്നുള്ള രീതിയിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി കൊച്ചിനൊരു പ്രത്യേക ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പൊട്ടിയൊരു ഫോണായിരുന്നു. അതിനകത്ത് റീചാർജ് പോലും അവൻ ചെയ്യത്തില്ല. കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി അങ്ങാണ്ട് ഇവന് ചൊവ്വ വ്യാഴം അങ്ങാണ്ടാണ് ഇവനെ വിളിക്കേണ്ട സമയമുള്ളതെന്ന് തോന്നുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഞാനിങ്ങനെ കേട്ടൊരു സംഭവമാണ്. ഇവന് എന്താ പറയണ്ടേ നെറ്റ് റീചാർജ് ചെയ്യുന്നത് 19 രൂപ 20 രൂപ ഇത്ര രൂപയ്ക്കൊക്കെയാണ് ഇവൻ ആ ഫോൺ റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ ഇടയ്ക്ക് ആ ഫോൺ കംപ്ലൈൻ്റ് ആയ സമയത്ത് ഇവൻ്റെ വക്കീൽ വന്നിട്ട് ആ ഫോൺ അങ്ങോട്ട് നന്നാക്കും അങ്ങോട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഒരു ദിവസം ഇവരെ ഈ പെണ്ണിൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് പറയുകയൊക്കെ ചെയ്ത് കുഞ്ഞിൻ്റെ കാര്യമായിട്ടോ എനിക്ക് സംസാരിക്കുന്നത്. എനിക്ക് എൻ്റെ ഫോണൊക്കെ എന്നെ തിരിച്ചു തരണം, അവൻ എന്നെ ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് എനിക്ക് ഫോൺ തിരിച്ചു തരണം, ഞാൻ ഇനി ഒരു കാര്യം ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഇവൻ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ കുഞ്ഞിൻ്റെ ഫീസിൻ്റെ കാര്യത്തിന് ഇവന് ഉത്തരവാദിത്വമുണ്ട്. ഇതൊന്നും കറക്റ്റായിട്ട് ചെയ്യത്തില്ല. പിന്നെ കുഞ്ഞിനൊരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു 3000 കൂടുതൽ രൂപയാവുകയാണെങ്കിൽ ഒരു 3000 കൂടുതൽ രൂപയെന്ന് വെച്ചപ്പോൾ ഓക്കെ എക്സ്ട്രാ ഒരു 4000 ആയിക്കോട്ടെ. 3000 കൂടുതലായി ഒരു 1000 രൂപ കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ പാതി ഇപ്പം കൊടുത്താൽ മതി. അവനതും പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛായ എത്ര വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോടതിയിൽ നിന്ന് ഓർഡറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെ അടുത്താണെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ ഉണ്ട്. കോടതിയുടെ തീരുമാനമാണ് ഈ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും പോസ്റ്റ് ചെയ്യരുത്. ഇതെല്ലാം ഇവൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ വീട്ടിൽ പോയി കംപ്ലൈൻറ്റും കാര്യങ്ങളും ചെയ്യുമ്പോൾ വീണ്ടും റിമൂവ് ചെയ്യും, വീണ്ടും ഇതൊക്കെ ചെയ്യും. ആദ്യം നീ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അനുസരിക്കാൻ തുടങ്ങുക. അവനിപ്പോൾ ഇത്രയും സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കുഞ്ഞാറ്റ ഫേക്ക് ഐ ഡി കൂടെ അവനോട് ചാറ്റ് ചെയ്തതാണ് വൾഗറായിട്ടുള്ള രീതിയിലാണ്. ഇവൻ നാറി അവളെയും കൂടെ നാറ്റുക, അതാണ് ഇവൻ ഉദ്ദേശിക്കാൻ നോക്കുന്നത്. ഇവനിപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു മോശക്കാരനാണെന്ന് മനസ്സിലായി. ഇവളും അതുപോലത്തെ ആളാണെന്ന് ഇനി വരുത്തി തീർക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമുള്ള അണ്ണന്. അതിനു വേണ്ടിയാണ് അണ്ണൻ ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്. ഇവിടെ ആത്മാർത്ഥമുള്ള ഒരുത്തൻ തന്തയാണെങ്കിൽ കുഞ്ഞിനെ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കാണണം. ആരും നിന്നെ തടയാനോ ഒന്നും പോകുന്നില്ല. എൻ്റെ കുഞ്ഞിനെ ഒരു 10 മിനിറ്റ് എനിക്ക് കണ്ടെന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞ് വീഴത്തില്ല. ഇപ്പോൾ ചുറ്റി നടക്കുന്ന കഥകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഇപ്പോൾ കറങ്ങി നടക്കുന്ന ടീംസിനെയൊക്കെ നല്ല രീതിയിൽ അറിയാം. ഓക്കെ അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനൊക്കെ സമയം കണ്ടെത്തുന്നത് നീ എന്തുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ കാണുന്നില്ല? ഇവൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും ഇവൻ അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എല്ലാവരും നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളും ഡീറ്റെയിലും ഒക്കെ. ഇന്ന് രാവിലെ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ഡീറ്റെയിൽ കിട്ടി പുള്ളിക്കാരൻ. ഞാനൊരു കാര്യം പറയാം, നിൻ്റെ കൂടെ ഉള്ളവരെ നീ ആദ്യം നോക്കുക.
ആദ്യം പിന്നെ സ്വന്തം കാര്യം കൂടെ ശ്രദ്ധിക്കാൻ നോക്കുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ. ഓക്കെ, ഇനി അണ്ണൻ പറയുന്നതൊക്കെ നമുക്ക് വെക്കാം. സംസാരിക്കണം. അപ്പോൾ നമ്മൾ അത്രയും അടുത്ത് നിൽക്കുന്ന ആൾ, നമ്മൾ വർഷങ്ങളോളം ഇതിൽ മുന്നാൻ സംസാരിച്ചാണ് ആ ആൾ എത്ര മുന്നാൻ സംസാരിച്ചാലും നമുക്കത് അറിയില്ലേ. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാൽ സംസാരിക്കുക അവളെ എനിക്കുള്ള പണി വെച്ചിരുന്നു പറഞ്ഞു. പിന്നെ അവിടെ പോകുന്നത് അതിൻ്റെ അടുത്ത് നാളെ ജോലി നാളെ വരും. നാളെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഴിയുമ്പോൾ ഞാൻ വരാം. ഉച്ച കഴിഞ്ഞിട്ട് ഒരുപാട് ഞാൻ സ്കൂട്ടി കൊണ്ട് എനിക്ക് ലൊക്കേഷൻ അപ്പോൾ നിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു. എൻ്റെ വീട് അക്കമാരിലാണ് ഞാൻ പോകുന്നു. അതിന് രാവിലെ എൻ്റെ ലൊക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. ശരി ഓക്കെ ഫൈൻ. ഇതെല്ലാം കുറച്ച് നേരം കഴിഞ്ഞ് ഈ കാര്യം നിർത്തുമ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു. ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇത് നീ എനിക്ക് വെക്കാൻ ചോദിച്ചു പറഞ്ഞു. എനിക്കൊരു തെളിവ് എനിക്ക് കൂടെ മെസ്സേജ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, അത്രയും വളർന്നതായിട്ട് അത്രയും മോശമായിട്ട് എൻ്റെ ആ ആൾ ഇങ്ങനെ സംസാരിക്കുമെന്ന് സ്വപ്നത്തിൽ പോയി ഞാൻ വിചാരിച്ചില്ല. അപ്പം അത് ഞാൻ വണ്ടി ഞങ്ങൾ തിരിച്ച് നേരെ ഞാൻ അടിമാലിക്കാൻ പോകുന്നു. ഞാൻ അടിമാലിയുടെ കൂട്ടുകാരൻ ഞാനും എൻ്റെ അമ്മ വന്ന കൂട്ടുകാരോട് കൂടിയിട്ട് റൂമിൽ കുട്ടി ദിവസം രാവിലെ വിളിച്ചു. ഇവിടത്തില്ലേ മലയാളമേടില്ല അന്ന് റൂം എടുത്തത് സീനുണ്ടാവും. കാരണം വെച്ചാൽ അവളന്ന് രാത്രി ഓർക്കണ്ട. ഞാൻ മറ്റേ ആണ്ടവനും ഞങ്ങൾ താട്ടിൽ ഞങ്ങൾ കൂടി മറ്റേ അവൾ മറത്തി പണിതൊക്കെ വന്നേ ഓർക്കണ്ടോ. അന്ന് രാത്രി തിരിച്ചു പോയപ്പം അവൾ വേറെ പെണ്ണാന്ന് പറഞ്ഞ് ഈ ഫോട്ടോ വീഡിയോ അയച്ചു. ആ ഫോട്ടോ വീഡിയോ അയച്ചു. എന്നിട്ട് അതിന്റെ കേസ് വെച്ചിട്ട് അവൾ വീട്ടിൽ പോലീസുകാർ തെളിവ് മറ്റേ വക്കീൽ. അപ്പം അന്ന് ആ സീൻ അവളെ കൊടുത്ത കേസ് നീ ഓർമ്മ പോലീസുകാർ വിളിച്ചപ്പം ഞാനിത് പറഞ്ഞതല്ല. നീ കേട്ടാ നീ മാത്രം എനിക്ക് സാക്ഷിയുള്ളൂ. കാരണം എന്റെ കൂട്ടുകാരനായിട്ട് നീ മാത്രമേ ഉണ്ടാവും. നീ കേട്ടാലേ അവളന്ന് എന്നെ കൊണ്ട് വേറൊരു പെണ്ണ നമ്മളെ രീതി ചാറ്റ് ചെയ്ത് വളരെയായിട്ടുള്ള ഞാൻ സ്ത്രീകളെല്ലാം കാണിക്കുന്നായിരുന്നു. അതെന്റെ ആ കാണിച്ചു തന്നിട്ട് ഈ പറയുന്ന അവളാണ് അന്ന് ആ കേസ് കൊണ്ടേ കൊടുത്തത്. എന്നിട്ട് ആ കേസ് നിലനിൽക്കില്ല. നീ അവിടെ പോലീസുകാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ അവള് പറഞ്ഞ് ഫോൺ ഓഫാക്കി കൊടുക്കണ്ടോ. ഓക്കെ, അത് ആ പെൺകൊച്ച് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും കോടതിയിലാണെങ്കിലും എല്ലായിടത്തും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവനെ തൂക്കണമായിരുന്നു. അതിനാണ് അവളത് ചെയ്തത്. അവളത് തൂക്കി. എടാ, അവിടെ മുമ്പിൽ നീ നല്ലവനായ ഉണ്ണിയായിട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? നീ അവിടെ മുമ്പിൽ നല്ലവനായിട്ട് നടിച്ച് അഭിനയിച്ച് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് നീ നിന്റെ തനി ഫോൺ കൊടുത്ത് അവൾക്ക് ഡൗട്ട് അടിച്ച് അവള് നിന്നെ തൂക്കി. അത് ഫേക്ക് അക്കൗണ്ട് ആണോ ആരോ ആയിക്കോട്ടെ, അതിപ്പോൾ ഞാനാണ് അവിടെ സ്ഥാനത്ത് നിന്ന് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഒരു പക്ഷെ ആ ഡാനിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും നീ അത് ചെയ്യുവാണെങ്കിൽ നീ എത്രമാത്രം തോൽവിയായിരിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്ക് എങ്ങനെ തോന്നിയാണ് അങ്ങനെ പറയാനാ? അവളത് സമ്മതിച്ച കാര്യങ്ങൾ തന്നെ. ഇവനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവളത് വിജയിച്ചു. അവളത് പോലീസ് സ്റ്റേഷനിൽ കാണിക്കേണ്ട പോലെ കാണിക്കുകയും ചെയ്തു. അവൾ സത്യവും തുറന്നു പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഇന്നലെ വന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ പറഞ്ഞു അവളെ വായന സത്യം വീണു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ ഡയലോഗ് അടിച്ചു. പക്ഷെ അങ്ങനെ ആയാലും നിന്റെ ദേഹത്ത് വീണ കറ മാറുമോ? ഇല്ല. ഇപ്പോഴും എന്തിനാണ് അവരെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു കുഞ്ഞാറ്റയുടെ ഒരു ഫ്രണ്ടുമായിട്ടോ നിൽക്കുന്നതിൻ്റെ ഒക്കെ റീലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് കമ്പയർ ചെയ്തുള്ള സംസാരങ്ങളും ബാക്കിയുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് നല്ല രീതിയിൽ. നീ എന്താക്കിയാലും ഒരു പക്ഷെ നാളെ അവർ കല്യാണം കഴിച്ചാലും ഒരു മനുഷ്യൻ അവരെ കുറ്റം പറയാൻ പോകത്തില്ല. ഈ പെണ്ണിനെ ആൾക്കാർ കൈയടിക്കത്തുള്ളൂ. കാരണം ഒരുപാട് കഷ്ടപ്പാടും സ്ട്രഗിളും അത് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ നിന്നോട് പറയാം. നിന്റെ ബ്ലോഗും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്താണെങ്കിലും പണ്ടത്തെ ബ്ലോഗിലാണെങ്കിലും പോലും ആൾക്കാർ പറയുന്നുണ്ട് ആ കൊച്ചു ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. നീ എപ്പോഴും കിടന്നുറങ്ങി കൊച്ചു പിള്ളേരെ പോലെ ഇരുന്ന് സൂചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ ആണെങ്കിലും ശരി, ഞാനൊരു കാര്യം തുറന്നു പറയാൻ പൊന്നു ബ്രോ, ഇപ്പം സ്നേഹിച്ച് കെട്ടിയാൽ മതി. പെൺപിള്ളേരുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവരെല്ലാം അടിച്ചു പിടിച്ച് ക്ഷമിച്ച് നിൽക്കുകയൊക്കെ ചെയ്യും. പക്ഷെ സഖി ഇട്ട് കഴിഞ്ഞാൽ അവരവരുടെ പാട് നോക്കി പോകും. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു സമയത്ത് അവൾ 2-3 പേരെ വെച്ചുകൊണ്ടിരിക്കുന്ന അവളായിരുന്നെങ്കിൽ നീ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് പറയാം. ഇവക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് കേട്ടുണ്ടെങ്കിൽ നീ ഉറപ്പുള്ളവനാണെങ്കിൽ ഒന്ന് തെളിയിക്കും. എന്തെങ്കിലും അവൾ ആ പടം ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, നിന്നെ മാത്രം. ഇപ്പം ഡിവോഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോവാടാ, അതൊരു വിഷയമായിട്ടുള്ളൊരു കാര്യമല്ല. നീ ഉള്ള സമയത്ത് നിന്നെ മാത്രമേ അവൾ സ്നേഹിച്ചിട്ടുള്ളൂ. പിന്നെ നീ അങ്ങനെയല്ല ചെയ്തത്. നിന്റെ കാര്യത്തിൽ നീ അങ്ങനെയല്ല ചെയ്തത്. നീ പല ആൾക്കാരുമായിട്ട് ബന്ധവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് അവൾ തൂക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പല പെൺകുട്ടികൾക്ക് നീ മെസ്സേജ് അയച്ചതും പല കാര്യങ്ങളാണെങ്കിൽ പോലും എന്നോടും കുറേ ആൾക്കാരൊക്കെ സംസാരിച്ചിട്ടൊക്കെയുണ്ടായിരുന്നു. അതാ ഈ അടുത്ത സമയത്ത് നിന്റെ വിഷയങ്ങൾ ചെയ്തപ്പോഴും എന്നോടും കുറേ ആൾക്കാരൊക്കെ നിന്നെക്കുറിച്ച് നല്ല രീതിയിൽ വെട്ടിപ്പ് സഹിതം എനിക്ക് കുറേ കാര്യങ്ങൾ ഇട്ട് തന്നു. നീ അതിന് മല്ലു ഫാമിലിയെ എടുത്തിട്ടുണ്ടായിരുന്നു, മല്ലു ഫാമിലിയുടെ വൈഫിനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സുജൻ വന്നിട്ട് നിന്റെ സൈഡിൽ നിന്നാണ് അവൻ സംസാരിച്ചത്. കാരണം അവൻ അങ്ങനെ പറ്റത്തുള്ളൂ. ഇന്നലെ ഞാൻ അവരുടെ കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പൊന്നു വന്നിട്ട് ഇവനെതിരെ ഒന്നും സംസാരിക്കുന്ന രീതിയിലൊക്കെ അന്നൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഇവിടെ ആർക്കും ഒരു സ്റ്റാൻഡില്ല. അത് വേറെ കാര്യങ്ങൾ. ഈ ഫാമിലി വ്ളോഗ് ചെയ്താൽ പറ്റാതെ ഒറ്റ ഇടത്തിനൊരു സ്റ്റാൻഡില്ല. പിന്നെ മല്ലു ഫാമിലിയുടെ കാര്യം കർമ്മയെന്നേ ഞാൻ പറയത്തുള്ളൂ. പണ്ട് അവീതം ഉണ്ടെന്നും പറഞ്ഞ് തമ്പലേൻ ഇട്ടൊരു ഭർത്താവാണ്. ഇപ്പം ആ ഭാര്യയുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ. പിന്നെ ഈ കുഞ്ഞാൻ്റെ പോയാൽ താഴെ പോയി കമൻസും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നമ്മലിനോട് ഒരു കാര്യം കൂടെ പറയാം. അവൾ ആരുടെ കൂടെ പോയാലും ഒരു വിഷയമില്ല. നീയുള്ള സമയത്ത് അവൾ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. നീ സുഖിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ ലഹരിക്ക് അഡിക്ഷനായിട്ടും നിന്റെ ഓരോ കാര്യങ്ങളാണെങ്കിൽ പോലും നീ നിന്റെ സുഖം മാത്രം നോക്കി. എടാ, നിനക്ക് നിന്റെ മോനെ നിന്റെ മുന്നിൽ കൊണ്ടു നിർത്തിയാൽ നീ 10 ദിവസം
അതിൻ്റെ അപ്പുറം കഴിഞ്ഞാൽ നീ എന്താ പറയുക, നിന്റെ തനി ഗുണം കാണിക്കും. ഇത് ആൾക്കാരുടെ മുമ്പിൽ ഒരു കണ്ണി പൊടിയിടാൻ വേണ്ടി, നിന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി കാണുമല്ലോ, 2-3 സൈഡും ഒക്കെ കാണുമല്ലോ, ആ കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നീ കാണിക്കുന്ന ഓരോ അഭിപ്രായങ്ങൾ, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അമ്മ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് പറഞ്ഞ് തന്നെയാണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് മന്ത് ഇവൻ എന്റെ കോളേജിൽ ഒരു പെൺകുട്ടിയായിട്ട് മെസ്സേജ് അയച്ചു. ആളായിട്ട് ഞാൻ ഇപ്പോൾ കോൺടാക്ട് ഉണ്ട്. ഞാൻ ആളുമായിട്ട് ഇവൻ മെസ്സേജ് അയച്ചു, വളരെ ആയിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു. ഞാനത് കണ്ടു, പിടിച്ചു, അതിന്റെ കുട്ടി പറഞ്ഞു, ക്ഷമിച്ചു, വിട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവൻ മെസ്സേജ് അയച്ചു. നമ്മുടെ ഫാൻ പേജുകളൊക്കെ നടത്തുന്ന ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചു. ഫാൻ പേജ് മുഴുവൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാൻ പേജ് നടത്തുന്നതിനെ കുറിച്ച് മെസ്സേജ് സ്ക്രീൻഷോട്ട് കുറച്ച് പിക്ചേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ഇത് അങ്ങനെ ഒരു 5-6 കേസ് കഴിഞ്ഞിട്ട് ഞാൻ ഇവൻ ഇതെല്ലാം നിർത്തി. ഞാൻ ഇങ്ങനെയൊന്നും പോകത്തില്ല, അപ്പൊ ഇനി ഇതുപോലെ ഒന്നും ഞാൻ പോവില്ല, ഞാൻ ഇങ്ങനെയൊന്നും ആവത്തില്ല, ഞാൻ MDMA ഒന്നും യൂസ് ചെയ്തില്ല, ഞാൻ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യില്ല എന്നൊക്കെ എന്റെ വാക്ക് തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇഷ്യൂ ഉണ്ടായി. ഞാൻ വീട്ടിൽ പോയിരുന്നു, ഇപ്പോൾ 10 മാസം പ്രായമുള്ളൂ. അപ്പോൾ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ പുതിയ സിം എടുത്തിട്ട് ഞാൻ ഇവരെ അതായത് അമ്മ പൗലോസ് എന്ന വ്യക്തിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ വേറെ ഒരു കുട്ടിയാണെന്നുള്ള രീതിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഈ ഒരു കുട്ടിയാണ്, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ പുതിയ, അതായത് എനിക്ക് ഓൾറെഡി പുതിയ ഡൗട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ തന്നെയാണോ, അത് ഇവൻ ഇതുപോലെ തന്നെയാണ്, അതേപോലെ തന്നെയാണോ ഇപ്പോഴും എന്നറിയാൻ വേണ്ടി, അതുപോലെ ഇവൻ MDMA യൂസ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചപ്പോൾ MDMA പിക്ചേഴ്സ് ഒക്കെ അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഇപ്പോഴും MDMA യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവൻ അതുപോലെ തന്നെ ഇപ്പോൾ പിള്ളേർക്ക് ഇതുപോലെ തന്നെ, അതായത് ഒരാൾ ചാറ്റ് ചെയ്യുവാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇതുപോലെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ വീണ്ടും ഇതുപോലെ ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഞാൻ പഴയ കാര്യങ്ങളും അതുപോലെ ഇപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ പിള്ളേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അതെല്ലാം സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ഞാൻ പെറ്റീഷൻ ഫയൽ. സോ ഇതുപോലെയാണ് ഞാൻ 2023 ഫസ്റ്റ് കേസ് ഫയൽ ചെയ്യുന്നത്. ഫയൽ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നാളെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിയായിട്ട് സംസാരിച്ചു, ഒരു കൗൺസിലിംഗ് കൂടി കുഞ്ഞിന് വേണ്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ, പുള്ളി കരയുന്നു, എഴുതുന്നു, അപ്പോൾ പുള്ളി ഇങ്ങനെ നന്നാവും, അങ്ങനെയാണ് ഇനി ഒരു ഇത് ഉണ്ടാവത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് വേണ്ടിയിട്ട് ജീവിതം മുന്നോട്ട് പോകാൻ എൻ്റെ ഓൾറെഡി എൻ്റെ ട്രസ്റ്റ് അവൻ നഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ ജീവിക്കാൻ തയ്യാറാവുകയാണ് എനിക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ്ലി കാണുമ്പോൾ, അല്ലെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ്ലി ചെയ്യുമ്പോൾ ഞാൻ ഇതിനൊക്കെ എന്ത് ഉത്തരമാണ് തരട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇതിന് ചെയ്യേണ്ടത്? എനിക്ക് ഞാനൊരു ഡിവോഴ്സിന്റെ പോസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി പെൺകുട്ടികൾ മെസ്സേജ് ഈ മെസ്സേജ് ഒക്കെ ഇവന്റെ ആരെ അയച്ചതാണ്, അത് ആരെ അയച്ചതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ഇത് കുറെ പെൺകുട്ടികൾ അയച്ചില്ല, ചേച്ചി അന്ന് പറയാൻ പറ്റിയില്ല, നിങ്ങളുടെ ഫാമിലി അറിയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ പോസ്റ്റിന്റെ വെരിഫിക്കറ്റേ ഉണ്ടാവുള്ളൂ. അക്കൗണ്ട് ഹാക്കായി അയാൾ പോയ മെസ്സേജുകളാണെന്നൊക്കെ പറയേണ്ട ആവശ്യമൊന്നും. ഓക്കെ, ഇപ്പൊ ആ കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അവള് തന്നെ A to Z കാര്യങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് തന്നെ ആ ചാറ്റ് ചെയ്തതെന്ന് വേറെ ആരുടെ അടുത്തുമല്ല ചാറ്റ് ചെയ്തത്, സ്വന്തം ഭർത്താവാണ്. ആ സമയത്ത് അവർ ഭാര്യയും ഭർത്താവും തന്നെ ആയിരുന്നു. അവൻ്റെ ഇത് മുക്കാൻ വേണ്ടി ഇച്ചിരി എരിവും പുളിയും കയറ്റി, അല്ലെങ്കിൽ ഇച്ചിരി മസാല കയറ്റി പറഞ്ഞെന്നും പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവൾ പറഞ്ഞത് സ്വന്തം ഭർത്താവിൻ്റെ അടുത്താണ്. പക്ഷെ ഭർത്താവ് അവൻ പറയുന്നത് അവൻ്റെ ഭാര്യ എന്ന് അറിഞ്ഞുകൊണ്ടാണെന്നുള്ള രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. ഇവൻ്റെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിലോ അതൊന്നും ഞാനിവിടെ ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അവൻ ഒരുപാട് സ്ത്രീകളായിട്ട് ബന്ധം കാര്യങ്ങളുണ്ടെന്ന് അവൻ തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നീയൊക്കെ എന്തിനു മാതൃകയാവാൻ വേണ്ടിയാണ് ഫാമിലി ബ്ലോഗിൽ നല്ല പുണ്യാളനായി ക്ഷമയൊക്കെ ചെയ്യുന്നത്? അറിയാൻ വയ്യത്തോണ്ട് പോവുകയാണ്. ഇവൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ പൊന്നോ, എങ്ങാണ്ട് വൃത്തികേടാക്കിയിട്ട് ഇരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം പുഴു പിരിച്ച് അരിച്ച് കിടക്കുന്നത്. ഇവൻ ആ ഒരു വീട്ടിൽ നിന്ന് താമസിച്ചതിൻ്റെ ഇവൻ എന്താണെന്ന് ഇവൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം വന്നിട്ട് അവൻ പുണ്യാളം കളിക്കുന്നു. തെളിവോട് കൂടി നമ്മൾ പൊക്കിയതാണ്, തെളിവോട് കൂടി നീ സംബന്ധിച്ചതാണ്, തെളിവോട് കൂടിയിട്ട് നിന്നെ പൊക്കി നീ എന്നോട് കാല് പറഞ്ഞ് കാലയിൽ പിടിച്ച് മാപ്പ് പറഞ്ഞ് കറങ്ങതാണ്. അപ്പോ ഹാക്കായതും എന്തുവാണെന്നുണ്ടെങ്കിലും നീ കണ്ടുപിടിക്കും, നീ തെളിവ് കണ്ടുവാ. അതായത് എന്റെ ഇന്നലത്തെ ഒരു വീഡിയോക്ക് അത് ഈ ഹാക്കിനെ കുറിച്ച് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് 2 സ്ക്രീൻഷോട്ട് എടുത്ത് അവൻ വെക്കുന്നുണ്ട്. ആ സ്ക്രീൻഷോട്ടിനകത്ത് വെച്ച് ലൊക്കേഷനാണ് കാണിക്കുന്നത്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ എവിടെയൊക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും എവിടൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളതെന്ന് കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാം ഒന്നും കറക്റ്റ് ആവണമെന്നില്ല. ചില കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് കയറി വരാനും ചാൻസ് ഉണ്ട്. മോൻ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. അതൊക്കെ കാണിച്ചു വന്നിട്ട് പുണ്യാളനാവാൻ ശ്രമിക്കല്ലേ. അവൾ നിന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചെന്ന്. എടാ, നിന്നോട് സംസാരിച്ചൊരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടി എടുത്ത് നീ ഓരോ വ്യക്തികളുടെയൊക്കെ പേര് സഹിതം പറഞ്ഞാൽ A to Z ഡീറ്റെയിൽ ആ കുട്ടി എനിക്ക് തന്നതാണ്. അത് ഇപ്പോൾ കുറേ നാളായി അതിനെക്കുറിച്ചൊക്കെ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. അതോടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും നിന്റെ ക്യാരക്ടർ എന്താ. നീ പറയുന്ന പെൺകുട്ടി പറയുന്ന കറക്റ്റ് കാര്യങ്ങൾ. എൻ്റെ വേറെ ഒരു വോയിസ് ഉണ്ടായിരുന്നു, വേറൊരു പെൺകുട്ടി കഴിച്ചത്. അതൊന്നും ഞാൻ ഇവിടെ വെക്കുന്നില്ല. ഇനിയും കൂടുതൽ ഓവർ ഷോ എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് അതെടുത്ത് വെക്കാം. ചെയ്യുന്നതിന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഈ എനിക്കെതിരെ ഒരു സ്ത്രീ എന്താ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വിഷയമില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കേസ് കൊടുത്ത വീഡിയോ ഡിലീറ്റ് ആവും. അതിന് ഏറ്റവും കൂടുതൽ ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഒരു സാധനം ഇതിന് ബാലൻസ് കൊടുക്കാം. നിങ്ങൾ ആദ്യം അവരോട് കൊച്ചിനെ കാണാൻ ശനിയാഴ്ച വരണ്ടെന്ന് പറഞ്ഞത്. ഈ പോസ്റ്ററിനും ഇതിനും അതുപോലെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാനും തീരുമാനമായിട്ട് കൊച്ചിനെ കാണാം. അത് കൂടുതൽ കാണണ്ട, അതേ കേസ് നോക്കാൻ അത് കഴിഞ്ഞിട്ട് കാണാൻ. അത് ആ പെണ്ണിന്റെ അമ്മ പറഞ്ഞാണ്. അവര് പറഞ്ഞതിന് എന്താ തെറ്റ്? ഫോട്ടോസും കാര്യങ്ങളും ഒന്നും സോഷ്യൽ മീഡിയയിൽ ഇടുകയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവൻ ഈ സോഷ്യൽ മീഡിയ ഇടുന്നതോ? ഇപ്പം കോടതിക്ക് ഒരു തീരുമാനമുണ്ട്, അതനുസരിച്ച് പോകുന്നതായിരിക്കും നല്ലത്. കൊച്ചാരുടെ കയ്യിലിരിക്കുന്നത്, ഈ പറയുന്ന കുഞ്ഞാറ്റയുടെ വീട്ടിലായിരിക്കുന്നത്. കുഞ്ഞാറ്റ ആരെ ഏൽപ്പിച്ചത്? അമ്മയുടെ കയ്യിൽ. അവർക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അവർ ചെയ്യുന്ന കറക്റ്റ് കാര്യമാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ട് നീ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല എൻ്റെ പൊന്നെ പത്രോസേ.
അമൽ പത്രാസ്, അമലേ ഇനിയിപ്പോൾ അച്ഛന് പറഞ്ഞെന്ന് വേണമെങ്കിൽ പറയും. ഒരു കാര്യമുണ്ട്. അതായത് കൊച്ചിനെ ഞാൻ മറ്റേ പൈസ കാര്യങ്ങൾ കൊടുക്കണം നിർത്തി. അതിനെല്ലാം കാരണം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ കൊച്ചിനെ മാസത്തിൽ 2 ശനിയാഴ്ച അത് ഞാൻ ഇവിടുന്ന് അവിടെ പോകണം. എൻ്റെ അപ്പനോ അമ്മയോ എൻ്റെ അനിയനില്ലല്ലോ. അപ്പോൾ അവർക്ക് കാണാനുള്ള അധികാരമുള്ളൂ. ഫോട്ടോ എടുക്കാൻ പക്ഷേ പൈസ കൊടുക്കാൻ പറ്റില്ല, പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, ഇന്ന് ചെയ്യാൻ പറ്റില്ല. ഫുൾ നിയന്ത്രണം. അത് കൂടാണ്ട് 5000 രൂപ ഈ പറയുന്ന ആളുടെ അപ്പൻ്റെ അക്കൗണ്ടിലേക്ക്, അതായത് എൻ്റെ കൊച്ചിൻ്റെ അമ്മയുടെ അപ്പൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കണം. അത് കൂടാണ്ട് ഇവിടെ ഈ കൊച്ചിനെ കൊണ്ടുവരുമല്ലോ, അത് ഈ പറയുന്ന കൊച്ചിൻ്റെ അമ്മയുടെ അമ്മയാണ് കൊണ്ടുവരുന്നത്. ആ അമ്മയ്ക്ക് കൊണ്ടുവരുന്നതിനുള്ള പൈസ, ഞാൻ ഫോണിൽ കൊണ്ടുവരുന്ന പൈസ ഞാൻ കൊടുക്കണം. അത് 500 രൂപ കൊടുക്കണം. 2 ശനിയാഴ്ച 1000 രൂപ, 6000 രൂപ. ഇത് കൂടാണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കൊച്ചിന് സ്റ്റഡി എക്സ്പെൻസ് അത് ഞാൻ നോക്കണം. അത് കൂടാണ്ട് കൊച്ചിന് ഹോസ്പിറ്റലിൽ 3000 രൂപ അത് ഞാൻ കൊടുക്കണം. ഇതെല്ലാം ഞാൻ കൊടുക്കാം. പക്ഷേ കൊച്ചിനെ മര്യാദ എന്റെ കൂടെ നിർത്തില്ല, വിടത്തില്ല. കൊച്ചിനെ എന്റെ കൂടെ വിടത്തില്ല. ഒന്ന് എനിക്ക് കൊച്ചിനെ കോളേജിൽ ചെന്ന് അവിടെ സ്റ്റാർ ഹൗസിൽ പുറത്തു കൊണ്ടുള്ള അധികാരം അതില്ല. 2 മൂന്നാമത്തെ കൊച്ചി കിലോ ആണെങ്കിൽ ഫ്രൂട്ട്സ് ആണ് എഴുതി. എന്നത് പറഞ്ഞാലും ഫ്രൂട്ട്സ് കിലോ ഞാൻ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഈ ജൂൺ കൊണ്ട് ഞാൻ കൊച്ചിന്റെ പഠിക്കാൻ വേണ്ടി പൈസ കൊടുക്കണമായിരുന്നു. പിന്നെ അത് മാത്രം ഈ ജൂൺ കഴിയുമ്പോൾ 5000 ഉള്ള 1000 രൂപ, പിന്നെ എല്ലാ വർഷവും 1000. ഇതൊന്നും കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല. ഒരു അച്ഛൻ ആവാസം കൊടുക്കുന്ന കോളേജിൽ ട്രെയിനറെ പോലെ ഞാൻ കണ്ടിട്ട് കൊച്ചിന്റെ കൂടെ എന്താ പറയുക, ഒരു ആവാസത്തിലെ രീതി ഞാൻ പൈസ കൊടുത്തു. എനിക്ക് ഒന്നുമില്ല, എനിക്ക് ജോലി കാര്യമൊന്നുമില്ല, കാര്യങ്ങളൊന്നും പോകുന്നുണ്ടായി. പക്ഷെ എന്നാലും ഞാൻ ഇതിൽ എന്റെ കൂടെ നിന്നുണ്ടാകുന്ന എല്ലാം കൊണ്ടുപോയിട്ടും പിന്നെ ഞാൻ ഈ കൊച്ചിന്റെ പേര് എന്റെ നക്കി ഞാൻ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യും. കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊച്ചിന്റെ ഒരു അച്ഛൻ കിട്ടുന്ന എല്ലാ അവകാശം എനിക്ക് വേണം. എല്ലാ അവകാശവും എനിക്ക് തരാമെങ്കിൽ ഞാൻ പൈസ കൊടുത്തേ. പക്ഷേ 2-3 മാസം ഞാൻ കൊടുത്തു, എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വേണം ഞാൻ ചോദിക്കുള്ളൂ. എല്ലാ അവകാശം കാര്യങ്ങളൊക്കെ കിട്ടുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇവനൊട്ടും അനുസരിക്കുന്നില്ല. ഇവൻ ഇതുപോലുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഇടുന്നതുകൊണ്ടാണ് അവർ പല കാര്യത്തിൽ നിന്ന് വിട്ടുപോകുന്നത്. മനസ്സിലായോ? എടാ എന്താ കുഞ്ഞിന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ, എടാ നല്ല തന്തമാരാണെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവെക്കണം. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് വേണമെങ്കിൽ നീ ഒരു വ്ളോഗ് ഇട്, നീ ഒരു അന്തസ്സുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇത് അതുമില്ല ഇതുമില്ല, നാറ്റക്കേസ് ഉണ്ടാക്കാതെ. ആ കൊച്ചിന്റെ അവകാശം എനിക്ക് തരാം. എനിക്ക് അവൻ കൊടുക്കും. ഞാൻ കൊടുക്കും. അമ്മയാണോ എനിക്ക് അവകാശം തന്നേക്കാം. നീ എടുത്തോ. ആ കൊച്ചിനെ മാസത്തിൽ 1-2 ദിവസം കൂടെ വിട്. അവന്റെ അപ്പനുള്ള രീതിയിൽ എനിക്ക് അവരെ കൊണ്ടുവരാൻ അവരെ കാണാൻ അതിന് അവകാശം തരും. എന്നിട്ട് കൊച്ചിനെ ഞാൻ കൊടുത്താ അത് പറഞ്ഞാൽ നീ പറഞ്ഞ അന്തസ്സുണ്ട്. നീ ചുമ്മാ കാശ് കഴിച്ചത് കൊച്ചിനെ ആയാലും മറ്റേ എന്നെ എന്നെ കാണിക്കുന്ന രീതിയിൽ കാണിച്ചിട്ട് കാശ് കൊടുക്കാൻ പറഞ്ഞാൽ അന്തസ്സുള്ള ആരെങ്കിലും ഉൾപ്പുള്ള ആരെങ്കിലും ഇങ്ങനെ പറയൂ. എൻ്റെ പൊന്നു കുഞ്ഞാറ്റേ അമ്മേ, ഇപ്പം പല നമ്പർ വർക്കും അടുപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കണം. റിസ്ക് എടുത്തിട്ട് ഈ കുഞ്ഞിന് ഒരു 10 ദിവസം കൊണ്ട് വിട്ടു കൊടുക്കണം. 10 അല്ലെങ്കിൽ വേണ്ട, നീ ജീവിതകാലം മുഴുവൻ നോക്കടാന്ന് പറയും. ഞാനും മതി. ഇവൻ്റെ നെഞ്ചിടിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവനെ പോലുള്ളവന്മാർക്കൊന്നും നോക്കാൻ പറ്റത്തില്ല. അതൊരു ബാധ്യതയായിട്ട് ഇവൻ കാണത്തുള്ളൂ. ഇവൻ്റെ ആത്മാർത്ഥതയും ഒരു കോപ്പും ഇല്ല ഇവന്. കാരണം ഒരാളെ കാണുമ്പോൾ തന്നെ അറിയാം. എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് നിക്കോനെ കാണിക്കുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നിക്കോനെ കാണിക്കുന്നില്ല എന്ന് പറയുന്നത് നിക്കോ ഇപ്പൊ എന്റെ കയ്യിൽ പെർമനന്റ് കസ്റ്റഡിയാണ്. അതുപോലെ തന്നെ നിക്കോനെ കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും കോടതി പ്രകാരം അവനുണ്ട്. അമൽ പൗലോസ് നിക്കോന്റെ അപ്പനുണ്ട്. അതുപോലെ തന്നെ നിക്കോന്റെ അപ്പന് കാണാനുള്ള അവകാശം, ചെലവിന് കൊടുക്കാനുള്ള അവകാശം, 5000 രൂപ വെച്ച് മാസം ചെലവിന് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ജാനുവരി 2026, അതായത് ഈ വർഷം ജാനുവരി, അത് മുന്നേ 2 മാസം മുന്നെയാണ് നമുക്ക് ഈ ഒരു ഉത്തരവ് കിട്ടിയത്. അന്ന് ഒരു 2 മാസം നവംബറിലും ഡിസംബറിലും ജാനുവരിയിലും ആണോ അറിയില്ല, 2 മാസം മുന്നേ ചെലവിന് കൊടുത്തിട്ടുണ്ട്. കുറച്ച് 5000 രൂപ വെച്ച് എന്റെ പപ്പയുടെ അക്കൗണ്ടിലോട്ട് അയക്കുന്നത്. അങ്ങനെ 5000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോൺ പുള്ളി കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജാനുവരി, ഈ വർഷം തുടക്കത്തിൽ ജാനുവരിയിൽ കൊച്ചിനെ എന്നോട് സ്നേഹം, എനിക്ക് കൊച്ചിനെ വേണ്ട, എനിക്ക് കൊച്ചിനെ വിളിക്കണമെന്നില്ല, ഞാൻ കൊച്ചിനെ കാണാൻ വരുന്നില്ല, ഞാൻ കൊച്ചിനെ കാണാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആളുടെ വക്കീലിനോട് സംസാരിച്ച് കൊച്ചിനെ വിളിച്ചോണ്ട് ആഴ്ചയിൽ 2 തവണ വിളിക്കായിരുന്നു. അതുപോലെ മാസത്തിൽ 2 തവണ കാണാറുണ്ട്. അത് കോടതി വളപ്പിൽ വെച്ചിട്ട് കാണാറുള്ളൂ. കാരണം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഞങ്ങളല്ല ഈ കൊച്ചിനെ ഇത് ചെയ്യാനായിട്ട് പെറ്റീഷണർ, പുള്ളിയാണ് പെറ്റീഷണർ. പുള്ളി അങ്ങനെ എഴുതി തന്നിരിക്കുന്നതാണ്. അല്ലാതെ കൊച്ചിനെ എടുത്ത് എടുത്തെന്ന് പറഞ്ഞ് പുള്ളി പെറ്റീഷൻ കൊടുത്തിട്ട് എഴുതി തന്നിരിക്കുന്നതാണ് നിൽക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാനുള്ള അവകാശം, അതുപോലെ ചെലവ് കൊടുക്കണം. 5000 രൂപ ചെലവ് കൊടുക്കണം. അതൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു 2 മാസം, എനിക്ക് തോന്നുന്നു ഡിസംബറിലും ജാനുവരിയിലും പുള്ളി ചെലവ് കൊടുത്തിട്ട് ഒരു 2-4 തവണ പുള്ളി കൊച്ചിനെ വിളിച്ചിട്ടുണ്ട്. 2 തവണ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ അത് കഴിഞ്ഞിട്ട് പിടിച്ച് കൊച്ചിനെ വേണ്ട, കൊച്ചിനെ കാണണ്ട, കൊച്ചായിട്ട് ഒരു ഇല്ല. അതുകൊണ്ട് ഞാൻ ഫോൺ തിരിച്ച് മേടിക്കാൻ തന്നെ ഫോൺ തിരിച്ച് മേടിച്ചോണ്ട് പോയ ഒരാളാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്റെ കൊച്ചിനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് ഇതാക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൊച്ചിന് കൂലിപ്പണിക്ക് പോകുന്നവർക്ക് കിട്ടും അത്യാവശ്യം പൈസ, ഡെയിലി സ്റ്റേറ്റസ്. അതുപോലും അത് പണിയില്ല, എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞാൽ കൊച്ചിന് ചെലവ് കൊടുക്കാതെ കൊച്ചിന് ചെലവ് ഉണ്ടാക്കിയ ഒരു വിഷയമില്ല. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം, അതുപോലും കൊടുക്കാൻ വയ്യാത്തത് ഇത്രയും നാളായിട്ട് ആ കുഞ്ഞിന്റെ കൂടെ ഞാൻ ഇത്രയും നാൾ ജീവിച്ചിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി ലൈഫ് കൊണ്ടിട്ട് ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരു സാധനം എന്റെ കൊച്ചിന് മേടിച്ച് കൊടുക്കാത്ത ഒരാൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീഴുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇപ്പൊ എത്തിക്കാൻ അവസാനമാണെങ്കിലും ഡിവോഴ്സ് കാര്യങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീഴുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റീച്ച് തിരിച്ചു പിടിക്കണ്ടേ? ഇപ്പം ഞാൻ ആലോചിച്ച് പോകുന്നതെന്ന് വെച്ചാൽ, ഒരാൾ വന്ന് സ്റ്റോറി ഇടുന്നു, ഒരുത്തം വന്ന് സ്റ്റോറി ഇടുന്നു. ഇതൊക്കെ യൂട്യൂബിൽ പോലും ഇടാനുള്ള മനസ്സ് കാണിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അവൻ അതിന് പണിയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നെങ്കിൽ നമ്മളെല്ലാവരും കൂടെ എടുത്തത് യൂട്യൂബിൽ ഇട്ടതിന് ശേഷമാണ് അവൻ്റെ വീഡിയോ ആയിട്ട് വന്നത്. എന്നിട്ട് കുറേ എക്സ്പ്ലനേഷനും അത് ഇത് മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. എന്തായാലും ഇതിന് ഈ യൂണിവേഴ്സിൽ എപ്പോൾ തീരുമെന്ന് കണ്ടറിയാം. എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥയൊന്ന് ആലോചിക്കുക. നാളെ ഇതൊക്കെ വളർന്നു വരണ്ടല്ലേ, നിങ്ങൾ അത് ചിന്തിക്കുന്നുണ്ടോ? ഓക്കെ, എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ കുഞ്ഞാറ്റയ്ക്ക് ഒരു നല്ലൊരു ലൈഫ് വരുവാണെങ്കിൽ, ഒരാൾ വരുവാണെങ്കിൽ ആ വ്യക്തിയോടെ പോകണം. ഇനിയിപ്പോൾ കൂടെ നടക്കുന്ന ഒരു പയ്യനാണോ, അതൊന്നും ഒരു വിഷയമേ അല്ല. അതിനെന്ത് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യുക. അവരുടെ വീട്ടുകാരും സമ്മതം ഉണ്ടെങ്കിൽ ഒക്കെയായിട്ട് പോയാൽ അത്രയും എല്ലാവരും ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെ. പിന്നെ ഒരു കാര്യം,
എൻ്റെ പൊന്നമലെ, അവൾ ആരുടെ കൂടെ നടന്നാലും ഡിവോഴ്സ് ആയിട്ടുണ്ട്. നീ തിരക്കേണ്ട ആവശ്യമില്ല. നീ എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. ഇനി അവളെയും കൂടെ മോശക്കാരി ആക്കാനാണോ നിന്റെ ഈ വെത്രപ്പാണെന്നാണ് എൻ്റെ ഒരു സംശയം. അല്ല, അതങ്ങനെ വരും. അവസാനമാണെങ്കിൽ ഡിവോഴ്സും കാര്യങ്ങളും ആയതിന്റെ കാരണം അത് ഞാൻ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ ഒന്ന് പോട്ടെ, അടുത്ത വീഡിയോസ് ഞാൻ എന്തായാലും പുറത്ത് ഞാൻ പറയാം എന്തുകൊണ്ടാണ്, ആരുടെ അവിധം പിടിച്ചിട്ടാണ് അല്ലെങ്കിൽ ആരുടെ എന്ത് പിടിച്ചിട്ടാണ് ഞാൻ അവസാനം എന്റെ വീട്ടിലോട്ട് കൂട് കുടിക്കായിട്ട് അവന് പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓ, എന്തായാലും അടുത്ത വീഡിയോ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല അതിനെക്കുറിച്ച്. ന്യൂസ് പ്രകാരം ഞാനിവിടെ അനൂപ്, ഞാൻ പറയാൻ പേര് അനൂപ്, എന്റെ ഫ്രണ്ടാണ്. അവന് ഒരു പൈസ ഇടപാടിന്റെ കാര്യം കൊണ്ടാണ് ഞാൻ ഡിവോഴ്സ് ആയി എന്നാണ്. അതായത് ഞാൻ രാവിലെ വെച്ചിട്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ട് ഞാൻ അമ്മലിന് കുറച്ച് പൈസ ഇട്ട് കൊടുത്തു. ഞാൻ എന്നിട്ട് പറഞ്ഞു എവിടെയാണെന്ന് ചോദിച്ചു. എവിടെയാണെന്ന് വെച്ചിട്ട് റിപ്ലൈ ഒന്നുമില്ല, വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അത് ഞാൻ വിളിച്ച് പോകണം നല്ല കൂടിച്ച് ഫിറ്റ് ആയിട്ട് തിയേറ്ററിൽ സിനിമ ആണെങ്കിൽ അപ്പോൾ ഞാൻ അങ്ങോട്ട് കണക്ക് പറഞ്ഞു. അതായത് കണക്ക് പറഞ്ഞത് തന്നെയാണ് ഞാൻ അയച്ചിരുന്ന പൈസ അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കി യൂസ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് അവിടെ വീട്ടിലോട്ടുള്ള ചെലവിനുള്ള പൈസ അയച്ചത്, അതായത് അവന് ഫുഡ് മേടിച്ച് കഴിക്കാനുള്ള പൈസ ഞാൻ അയച്ചതാണ്. ഏകദേശം ഈ മാസം ഞാൻ 2 ലക്ഷത്തി സംതിങ് ട്രാൻസാക്ഷൻ എനിക്ക് നടന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചാണ്. അവൻ പറയുന്നുണ്ട് ഞാൻ എന്തോ അല്ല നമ്മുടെ തുണിയുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് അയച്ചാണ്. തുണിയുടെ ബിസിനസിന് ഇവനെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് ആണ് പേയ്മെന്റ് ചെയ്യുന്നത്. ഇവ പോയി സാധനം കളക്ട് ചെയ്യാനല്ല, ഇതിന് ഞാൻ യാതൊരു പേയ്മെന്റും ഡയറക്റ്റ് ആയിട്ട് ഞാൻ അയച്ചിട്ടില്ല എന്നാണ് എന്റെ ഇത്. പക്ഷേ ഇവൻ അയച്ചിരിക്കുന്ന ഫുൾ പൈസ ഇവന് ഓരോ പ്രാവശ്യം ടയർ മാറണം, ഇൻഷുറൻസിന്റെ മാറണം, അങ്ങനെ മാറി പറഞ്ഞിട്ട് കളം പറഞ്ഞ് മേടിച്ചിരിക്കുന്ന പൈസയാണ് അത് മുഴുവൻ. അത് കഴിഞ്ഞ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാറ്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി സ്റ്റുഡൻസിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പൈസ ഞാൻ അടയ്ക്കുന്നത്. അത് കഴിഞ്ഞ് 300 യൂറോ മാറും. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ക്ലാസ് പഠിക്കുന്നത് വേറെ ആൺകുട്ടി, അവന് ഞാൻ ഇതിനകത്ത് വലിച്ചയക്കുന്നില്ല. അവന്റെ കയ്യിലോട്ട് 300 യൂറോ ഞാൻ കൊടുത്തിട്ട് അവൻ എനിക്ക് ഇന്ത്യ മണിയായിട്ട് തന്നു. അപ്പോൾ അത് ആ പൈസ എന്റെ പണിയാണ്. അതിനാണ് അവൻ ആദ്യം ചോദ്യം ചെയ്തത്. അതായത് ഇവൻ ചോദ്യം ചെയ്യുകയാണ്, എന്തിനാ നിനക്ക് ഇത്രയും പൈസ നീ അങ്ങോട്ട് കൊടുത്തില്ല, നീ ഇങ്ങോട്ട് തന്നില്ല, എന്തിനാണ് നിനക്ക് ഇത്രയും പൈസ തന്നു എന്ന് ചോദിച്ചിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ അനൂപിന്റെ പേരോ അല്ലെങ്കിൽ അനൂപിന്റെ ഇതോ അതൊന്നും ഇല്ല അവിടെ. അത് കഴിഞ്ഞിട്ട് അനൂപ് എന്തിനാണ് 2000 രൂപ കിട്ടുന്നത്? ഞാൻ അവർ 20 യൂറോ കൈ കൊടുത്തു. അതുകൊണ്ട് അവർക്ക് 2000 യൂറോ കൂടി ഇട്ടു. 2000 രൂപ ഇന്ത്യ മണി എനിക്ക് കൂടി ഇട്ടു. അതിലെന്താണ് ഇവിടെ പിന്നെ യൂറോ മാറുന്നത് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. കൈയോടെ നമ്മൾ ആവശ്യം വരുമ്പോൾ അങ്ങോട്ട് വരും. ആദ്യമായിട്ടാണ് അനൂപ് എനിക്ക് ആ പൈസ ഇട്ട് തരുന്നത്. അതായത് ഞാൻ 20 യൂറോ കൊടുക്കുമ്പോൾ അവൻ എനിക്ക് 2000 രൂപ ഇട്ട് തരുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ അതുപോലെ തന്നെ അവന് ഞാൻ 2000 രൂപ ഇട്ട് കൊടുത്തിട്ട് അവന് 20 യൂറോ തന്നിട്ടുണ്ട് 3-4 ദിവസം മുന്നേ. അപ്പോൾ അല്ലാതെ ഒരു റിലേഷൻ ഉണ്ടായിട്ടാണ് ആ ഒരു തെളിവല്ല. നീ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാതെ, അതായത് ഞാൻ നിന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഞാൻ ആർക്കും മെസ്സേജ് അയച്ചോ നിങ്ങൾ തെളിയിക്കുമെന്ന് പറ. ആഫ്റ്റർ ഞാൻ ഡിവോഴ്സ് ചെയ്തതിനു ശേഷം എന്ത് സംഭവിച്ചെന്നുള്ളത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ എങ്ങനെയാണോ ഞാൻ ഇപ്പോൾ ഓരോരുത്തരുടെ കൂടെ ഇരുന്ന് ഡാൻസ് കളിക്കോ പാട്ട് പാടോ നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഞാൻ എന്റെ വീട്ടുകാരെ ഒന്നിപ്പിച്ചാൽ പോയി, അല്ലെങ്കിൽ എന്റെ വീട്ടുകാരോട് പറഞ്ഞാൽ പോയി, നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഞാൻ എങ്ങനെയാണ് ചികിത്സ നിനക്ക് നഷ്ടമില്ലല്ലോ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറയുന്നുണ്ട്. എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ പറയാൻ പറ്റുള്ളൂ. നീ പറ ഓരോന്നും. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം ഇരുന്നൊന്ന് ഒരു കൂട്ടി സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ബാക്കി കേട്ടോ എല്ലാം കൂടെ വെച്ചിട്ട് ഇനി അവിടെ നിന്നൊക്കെ വരുന്ന ഓപ്പോസിറ്റ് എന്തൊക്കെ വരുന്നില്ല. നമ്മൾ യുദ്ധത്തിനാണെങ്കിൽ രാത്രി ഇത് നിർത്തണം. ഞാൻ ട്രൈ മടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അണ്ണൻ വന്നിട്ട് കുറേ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇനി കുഞ്ഞാറ്റയുടെ ഒരു 2 മിനിറ്റും കൂടെ ഉണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് വെക്കാം. ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവൻ്റെ വീഡിയോ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഇനി അവനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇനി അടുത്ത വീഡിയോ എന്താണെന്ന് നോക്കാം. ഓക്കെ. അപ്പം നമ്മൾ ഇനി ഈ ഒരു സബ്ജക്റ്റ് ഇപ്പോഴത്തേക്ക് ഇവിടെ തീർക്കുകയാണ്. ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയെന്നേ ഉള്ളായിരുന്നു. പിന്നെ ഒരു കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ നിധ സതീശൻ പൊന്നൂസിന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. മറ്റുള്ളവരോട് ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ പേര് യൂസ് ചെയ്തതിൻ്റെ പിന്നിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് അനുഭവിക്കാത്ത ബുള്ളിങ്ങും ഒന്നും ബാക്കിയില്ല. അതിനെതിരെ റിയാക്ട് ചെയ്തതിൻ്റെ എൻ്റെ ഹസ്ബൻഡിന് കേൾക്കാൻ ബാക്കിയൊന്നുമില്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ എന്നെ മെൻഷൻ ചെയ്ത് കമൻസ് ഇടുമായിരുന്നു. ഒന്നും ബോധിപ്പിക്കാനില്ല. 2020 കുഞ്ഞാറ്റ പൊന്നൂസ് കണ്ട അന്ന് തൊട്ട് കുഞ്ഞാറ്റയ്ക്ക് അറിയാം പൊന്നൂസ് എന്താണെന്നുള്ള രീതിയിലാണ്. അതിൻ്റെ താഴെ കുഞ്ഞാറ്റ വന്നിട്ട് കമൻറ്റ് ഇടുന്നത്, പൊന്നൂസ് നിനക്ക് എന്നെ നന്നായി അറിയാം, പൊന്നൂസിനെ എനിക്ക് നന്നായി അറിയാം, എൻ്റെ ജീവിതത്തിലുണ്ടായ കാരണത്താൽ മറ്റുള്ളവരും കൂടി പെട്ടുപോയല്ലോ എന്ന് ഓർത്തുള്ള സങ്കടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. ഓക്കെ, അന്ന് ഈ പറയുന്ന അമൽ വന്ന് സപ്പോർട്ട് ചെയ്തത്, അമലും പോട്ടെ ഈ പറയുന്ന മല്ലു ഫാമിലി സുജിം വന്ന് സപ്പോർട്ട് ചെയ്തത് ഈ പറയുന്ന അമലിന് വേണ്ടിയായിരുന്നു. അന്ന് അവൻ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എല്ലാം കൂടെ കറങ്ങി തിരിച്ചില്ല അവിടെ തലയടിച്ചാനെ. ഞാൻ ഇനി അതിനെക്കുറിച്ച് കൂടുതലും സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, എന്തായാലും ഇവൻ ഒട്ടും ശരിയല്ല. ഇവന് പല ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ടെന്നും പറഞ്ഞ് കണ്ട പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ അത് ഏത് രീതിയിലോട്ടാണ് പോയത്. ഓക്കെ, കൂടുതൽ കാര്യങ്ങളായിട്ടൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ. ജസ്റ്റ് ഒന്ന് ചെയ്തു പോകുന്നൊരു വീഡിയോ മാത്രമേ ഉള്ളൂ. ഇനി അവൻ അടിക്കുമ്പോൾ നമുക്ക് നല്ല ഡോസ് കൊടുത്ത് നല്ല സാധനം ചെയ്യാം.